JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏജ് ഓവർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ധാരാളം അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഏതൊക്കെ തസ്തികകളിലാണ് ഏജ് ഓവർ ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയത്, അതിൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ശമ്പള സ്കെയിൽ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഗസറ്റ് ഡേറ്റ് 15-12-2025 ആണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 14/1/2026 കാറ്റഗറി നമ്പർ 543/2025. അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ അപ്ഹോൾസ്റ്റർ ആണ്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ 37,400 79,000 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഒരു വേക്കൻസിയാണ് ഉള്ളത്. അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 to 44 ആണ്. അതായത് 2/1/1981 ആൻഡ് 1/1/2006. ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. അതുപോലെ തന്നെ SC ST OBC-കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ്. കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ് വിത്ത് 3 year എക്സ്പീരിയൻസ് ഇൻ ദ ട്രേഡ് ആഫ്റ്റർ ഒബ്റ്റൈനിങ് ദ സർട്ടിഫിക്കറ്റ്. കൂടാതെ ഇതിൽ ഈ പറയുന്ന മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും മതി. SLC കൂടാതെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ് വിത്ത് 1 year എക്സ്പീരിയൻസ് ആഫ്റ്റർ ഒബ്റ്റൈനിങ് ദ സർട്ടിഫിക്കറ്റ്. കൂടാതെ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ദ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം എ ഗവൺമെന്റ് ഓർ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ആവശ്യമില്ല. ബാക്കി രണ്ടെണ്ണം ആണുള്ളതെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ SSLCയും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടായാൽ മതി. അടുത്ത് ഗസറ്റ് ഡേറ്റ് 15-12-2025 ആണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 14/1/2026 ആണ്. കാറ്റഗറി നമ്പർ 541/2025. ഡിപ്പാർട്ട്മെന്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. മെക്കാനിക്കൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 55,200 1,15,300 ആണ്. ഇതിന്റെ നമ്പർ ഓഫ് വേക്കൻസീസ് ഒഴിവുകൾ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. അതായത് ഒഴിവുകൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടില്ല. ധാരാളം ഒഴിവുകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 40 ആണ്. അതായത് 2/1/1985 ആൻഡ് 1/1/2005. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. കൂടാതെ SC ST OBC-കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് BSc ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓഫ് ദ കേരള യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വലന്റ്, അല്ലെങ്കിൽ BE ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓഫ് മദ്രാസ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വലന്റ്, അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഡിപ്ലോമ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ എനി അതർ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആസ് ഇക്വലന്റ് ടു എ ഡിഗ്രി, അല്ലെങ്കിൽ പാസ് ഇൻ സെക്ഷൻ A and B ഓഫ് ദ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇതിൽ ഏതെങ്കിലും യോഗ്യത ഉണ്ടായിരുന്നാൽ മതിയാകും. അടുത്തത് ഗസറ്റ് ഡേറ്റ് 15-12-2025. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 14/1/2026 ആണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 539/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് കേരള പോർട്സ് സർവീസ് ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ് ആണ്. അതിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. നെയിം ഓഫ് പോസ്റ്റ് മെക്കാനിക്കൽ ആണ്. സ്കെയിൽ ഓഫ് പേ 55,200 1,15,300 ആണ്. നമ്പർ ഓഫ് വേക്കൻസി ഒഴിവുകൾ ഒരു ഒഴിവുകളാണ് നിലവിലുള്ളത്. അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 to 40 ആണ്. അതായത് 2/1/1985 ആൻഡ് 1/1/2004. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. കൂടാതെ SC ST-കാർക്ക് OBC-കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. SC ST-കാർക്ക് 5 വർഷവും OBC-കാർക്ക് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് BTech ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ഫ്രം എ UGC AICT റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, അല്ലെങ്കിൽ ഓർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ AICT ആൻഡ് 5 years എക്സ്പീരിയൻസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സീ ഗോയിങ് ഇൻലാൻഡ് വെസൽസ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും യോഗ്യത ഉണ്ടായാൽ മതിയാകും. അടുത്ത് ഗസറ്റ് ഡേറ്റ് 15-12-2025. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 14/1/2026. ജനറൽ റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് ആണ്. കാറ്റഗറി നമ്പർ 536/2025 ആണ്. ഇത് ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് സർവീസ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ. ഇതിന്റെ സ്കെയിൽ ഓഫ് 59,300 1,20,900 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്നാണ് ഉള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് 44 years ആസ് ഓൺ
1/1/2005. അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് SC/ST കാൻഡിഡേറ്റ്സ് ആർ എലിജിബിൾ ഫോർ യൂഷ്വൽ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് എ ഡിഗ്രി in mechanical engineering or automobile engineering recognized by the government of Kerala, or diploma in mechanical or automobile engineering or recognized by government of Kerala. And experience in automobile workshop of a transport organization, including experience in bodybuilding for a period of not less than 5 years in the case of those holding a degree and 8 years in the case of those holding in a diploma. അപ്പോൾ ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ അപേക്ഷിക്കാൻ യോഗ്യരായവർ അപേക്ഷിക്കുക. അടുത്തത് ഗസറ്റ് ഡേറ്റ് 15/12/2025. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി 14/1/2026. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 559/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് ജനറൽ എഡ്യൂക്കേഷൻ ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ ആണ്. ശമ്പള സ്കെയില് 35,600, 75,400 ആണ്. ഡിസ്ട്രിക്ട് വൈസ് ആണ്. കണ്ണൂരാണ്. ആന്റിസിപ്പേറ്റ് വേക്കൻസി ആണ്, അതായത് ഒഴിവുകൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടില്ല, ധാരാളം ഒഴിവുകൾ പ്രതീക്ഷിക്കാം. ഈ ഡ്രോയിങ് ടീച്ചർ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പഠിക്കുന്നതിന് ആവശ്യമായ റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്തത് ഇതിന്റെ ഏജ് ലിമിറ്റ് 18 to 40 ആണ്. 2/1/1985 ആൻഡ് 1/1/2007. ബോർഡ് ഡേറ്റ്സ് ഇൻക്ലൂഡർ. SC/ST OBC-കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് എക്വലന്റ് ആണ്. കൂടാതെ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രോയിങ് KGT ഓർ MGT അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് issued by the Commission for Government Examinations Kerala. അടുത്ത് ഗസറ്റ് ഡേറ്റ് 15/12/2025, ലാസ്റ്റ് ഡേറ്റ് 14/1/2026 ആണ്. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 560/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് ജനറൽ എഡ്യൂക്കേഷൻ ആണ്. മ്യൂസിക് ടീച്ചർ ആണ്. ഹൈസ്കൂൾ ആണ്. സ്കെയിൽ ഓഫ് പേ 35,600, 75,400 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് മലപ്പുറത്താണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഒഴിവുകൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അടുത്ത ഇതിന്റെ ഏജ് ലിമിറ്റ് 18 to 40 ആണ്. 2/1/1985 ആൻഡ് 1/1/2007. അതുപോലെ തന്നെ SC/ST OBC-കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഇൻ മ്യൂസിക് conferred or recognized by the universities in Kerala, a pass in SSLC examination conducted by the Commission of Government of Examination Kerala or its equivalent, a pass in Gana Parveena and Gamboshna examination in vocal music or Gana Bhushana diploma in violin Veena conducted by the Commission for Government Examination Kerala. അപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്തത് ഗസറ്റ് ഡേറ്റ് 15/12/2025. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 14/1/2026 ആണ്. കാറ്റഗറി നമ്പർ 561/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് ജനറൽ എഡ്യൂക്കേഷൻ ആണ്. ഇതിന്റെ പോസ്റ്റ് സീയിങ് ടീച്ചർ ഹൈസ്കൂൾ ആണ്. സ്കെയിൽ ഓഫ് പേ 35,600, 75,400 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ആണ്. തിരുവനന്തപുരം ഒഴിവുകൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല, ധാരാളം ഒഴിവുകൾ പ്രതീക്ഷിക്കാം. പത്തനംതിട്ട ജില്ലയിൽ ഒരു ഒഴിവുകളാണുള്ളത്. എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിലൊക്കെ തന്നെ ധാരാളം ഒഴിവുകളുണ്ട്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. ഒഴിവുകൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ സീയിങ് ടീച്ചർ ഹൈസ്കൂൾ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് 18 to 40 ആണ്. OBC-കാർക്ക് 43 വയസ്സ് വരെയും SC/ST-കാർക്ക് 45 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് പാസ് ഇൻ SSLC examination conducted by the Commission for Government Examinations Kerala or its equivalent, or group certificate in needlework and dressmaking KGT, higher or MGT. കൂടാതെ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈലറിംഗ് ഓഫ് ദ KGT or MGT, അതല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ് ഇഷ്യൂഡ് ബൈ ദ കമ്മീഷൻ ഫോർ ഗവൺമെന്റ് എക്സാമിനേഷൻസ് കേരള, അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ കട്ടിംഗ് ആൻഡ് ടൈലറിംഗ് ഇഷ്യൂഡ് ബൈ ദ നാഷണൽ കൗൺസിൽ ഫോർ ട്രെയിനിങ് ഇൻ വൊക്കേഷണൽ ട്രേഡ്സ് ഗവൺമെന്റ് ഇന്ത്യ, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്മാൻഷിപ്പ് awarded by the Director of Technical Education Kerala. അടുത്തത് ഗസറ്റ് ഡേറ്റ് 15/1/2025, ലാസ്റ്റ് ഡേറ്റ് 14/1/2026. കാറ്റഗറി നമ്പർ 566/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് ജനറൽ എഡ്യൂക്കേഷൻ ആണ്. നെയിം ഓഫ് പോസ്റ്റ് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് ആണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് 26,500, 60,700 ആണ്. ഡിസ്ട്രിക്ട് വൈസ് ആണ്. മലപ്പുറത്താണ്. മലപ്പുറത്ത് ഒരു വേക്കൻസി ആണ് ഉള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് 18 to 40 ആണ്. OBC-കാർക്ക് 43 വയസ്സ് വരെ, SC/ST-കാർക്ക് 45 വയസ്സ് വരെ ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി
in Arabic or degree with Arabic as one of the optional subject under pattern 2 of pattern 3 and B.Ed, BT, LT conferred or recognized by the universities in Kerala. അപ്പോൾ ഇത് യോഗ്യത കൊടുത്തിട്ടുണ്ട്. കൂടാതെ a title of Oriental learning in Arabic awarded or recognized by the universities in Kerala. അടുത്തത് ഗസറ്റ് ഡേറ്റ് 15/1/2025, ലാസ്റ്റ് ഡേറ്റ് 14/1/2026. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക 568/2025. ജനറൽ എഡ്യൂക്കേഷൻ ആണ്. പാർട്ട് ടൈം ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയാണ്. സ്കെയിൽ ഓഫ് 25 100 57 900 ആണ്. ഡിസ്ട്രിക്ട് വൈസ് എറണാകുളം 13 ഒഴിവുകളാണ് ഉള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് 18 to 40 ആണ്. OBC കാർക്ക് 43 വയസ്സ് വരെ, SC ST കാർക്ക് 45 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത ശ്രദ്ധിക്കുക, എ പാസ് ഇൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ വിത്ത് ഹിന്ദി ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് or a pass in SSLC examination with Hindi as additional language conducted by the Commission for Government Examinations Kerala and a pass in higher secondary examination. അതുകൂടാതെ a pass in higher secondary examination and a pass in Parveen examination conducted by the Dakshina Bharata Hindi Prajar Sabha. കൂടാതെ അല്ലെങ്കിൽ a pass in higher secondary examination and a pass in Sahityacharya examination conducted by the Kerala Hindi Prajar Sabha. ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടായാൽ മതിയാവും. അടുത്തത് ഗസറ്റ് ഡേറ്റ് 15/12/2025. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 14/1/2026 ആണ്. കാറ്റഗറി നമ്പർ 569/2025. വേരിയസ് ആണ്. ബോട്ട് ഡ്രൈവർ ആണ്. അതിന്റെ സ്കെയിൽ ഓഫ് 25 100 57 900 ആണ്. ഡിസ്ട്രിക്ട് വൈസ് ആണ്. എറണാകുളത്ത് ഒരു വേക്കൻസി ആണ് ഉള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 37 ആണ്. അതായത് 2/1/1988 and 1/1/2007. ബോത്ത് ഡേറ്റ്സ് included only are eligible for apply for this post. അതുപോലെ തന്നെ OBC SC ST കാർക്കൊക്കെ അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBC കാർക്ക് 3 വർഷത്തെയും SC ST കാർക്ക് 5 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. യോഗ്യത എന്ന് പറയുന്നത് ലിറ്ററസി ഇൻ മദർ ലാംഗ്വേജ്, കൂടാതെ ബോട്ട് ഡ്രൈവേഴ്സ് കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് ഗ്രാൻഡ് അണ്ടർ ദ ട്രാവൻകൂർ കൊച്ചിൻ ഓർ മദ്രാസ് കനൽ റൂൾസ്, 3 years എക്സ്പീരിയൻസ് ആസ് എ ബോട്ട് ഡ്രൈവർ. ഇത്രയുമാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അടുത്ത ഗസറ്റ് ഡേറ്റ് 15/1/2025, ലാസ്റ്റ് ഡേറ്റ് 14/1/2026. കാറ്റഗറി നമ്പർ 570/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ്, അതിൻ്റെ അകത്ത് സിനിമ ഓപ്പറേറ്റർ ആണ്. ഇവിടെ സ്കെയിൽ ഓഫ് വരുന്നത് 24 400 55 200 ആണ്. ഡിസ്ട്രിക്ട് വൈസ് ആണ്. ഇടുക്കി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. അതായത് ഒഴിവുകൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 19 to 39 ആണ് ഏജ് ലിമിറ്റ്. OBC കാർക്ക് 3 വർഷത്തെയും SC ST കാർക്ക് 5 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ പാസ് ഇൻ സ്റ്റാൻഡേർഡ് 7 or its equivalent ആണ്. 1 year എക്സ്പീരിയൻസ് ഇൻ ഓപ്പറേറ്റിംഗ് സിനിമ പ്രൊജക്ട് എക്വിപ്മെന്റ്, അത് ഒരു വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഗസറ്റ് ഡേറ്റ് 15/12/2025, ലാസ്റ്റ് ഡേറ്റ് 14/1/2026 ആണ്. കാറ്റഗറി നമ്പർ 574/2025 ആണ്. അതിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്ലർക്കിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് SC ST കാർക്ക് വേണ്ടിയിട്ട്. അതിന്റെ സ്കെയിൽ ഓഫ് 26 500 60 700 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ആണ്. തിരുവനന്തപുരത്താണ് 6 ഒഴിവുകളാണ് തിരുവനന്തപുരത്തുള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 to 41 ആണ്. 2/1/1984 and 1/1/2007. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് ആണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് SSLC or its equivalent ആണ്. അപ്പോൾ SSLC യോഗ്യതരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുക. SC ST കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രത്യേകം നോക്കി അപേക്ഷ സമർപ്പിക്കുക. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ഏജ് ഓവർ ആയ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ധാരാളം അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം തന്നെ നോക്കി നിങ്ങൾ കൃത്യമായിട്ട് അപേക്ഷിക്കാൻ പറ്റിയവർക്ക് കൃത്യമായ യോഗ്യത അനുസരിച്ച് കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.